ഹലോ ഫ്രണ്ട്സ്, ആദ്യ സോജ വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അവരയ്ക്കയാണ് കേട്ടോ ഇത്. അവരയ്ക്ക ചെടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പന്തലൊക്കെ ഇട്ട് കൊടുത്ത് വള്ളിയൊക്കെ പടർത്തി വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇലയൊക്കെ ജസ്റ്റ് കേട് വരാനൊക്കെ സാധ്യതയുണ്ട്. കീടങ്ങളൊക്കെ ഇതിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോപ്പ് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കുകയാണ് അച്ഛൻ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കെയർ ചെയ്യണം. നമുക്കിതിന് ഡെയിലി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. പക്ഷെ നമുക്ക് നോക്കൂ, നിറയെ കായ് നമുക്കിതിൽ നിന്ന് കിട്ടും. ഇത് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഈ ഒരു അവരയ്ക്ക എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ അവരയ്ക്ക നമുക്ക് 2 ടൈപ്പിലുണ്ട് കേട്ടോ. ഇവിടെ 2 കളറിലുണ്ട്. ഒന്ന് നല്ല ഗ്രീൻ കളറിൽ നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന അവരയ്ക്കയും, പിന്നെ ഒരു നാടൻ അവരയ്ക്ക പർപ്പിൾ കളറിലുള്ളത്. അങ്ങനെ 2 ടൈപ്പിലാണ്. കുറച്ച് ഡെയിലി നമ്മൾ മോർണിംഗും ഈവനിങ്ങും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട്, എന്നാലേ നല്ല ചെടിയിൽ പൂവും ഒക്കെ വരുള്ളൂ. നല്ല വയലറ്റ് കളറിലുള്ള പൂവാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, കാലൊക്കെ ഇങ്ങനെ നാട്ടിയിട്ട് നമ്മൾ പന്തലൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കുറച്ച് കെയറിങ് ഒക്കെ ഇതിന് ആവശ്യമുണ്ട്. പക്ഷെ എന്താണ്, നമുക്ക് വീട്ടിൽ തന്നെ ജൈവ കൃഷി പോലെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് കടയിൽ നിന്നൊന്നും പച്ചക്കറി വാങ്ങേണ്ട കാര്യം വരില്ല. ഇങ്ങനെ ഓരോന്ന് ചെറിയ സ്പേസിൽ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു അവരയ്ക്ക, ഈ അവരയ്ക്ക എന്തൊക്കെയാണ് ഈ അവരയ്ക്കൻ്റെ ഗുണങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് ബീൻസിൻ്റെ ഒരു വകഭേദമാണ് ഈ അമരയ്ക്ക എന്ന് പറയുന്നത്. ഇതിന് അവരയ്ക്ക, അമരയ്ക്ക, അതുപോലെ തന്നെ അമരപ്പയർ എന്നൊക്കെ പറയാറുണ്ട്. ഇത് ഏറെ നമുക്ക് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ള ഒന്നാണ്. അതുപോലെ തന്നെ നന്നായിട്ട് ആരോഗ്യത്തിന് സഹായിക്കുന്ന പച്ചക്കറികളുണ്ടല്ലോ, അതിൻ്റെ വകയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ ഒരു അവരയ്ക്ക എന്ന് പറയുന്നത്. ഇതിൽ നാരുകളുണ്ട്. അത് ശരീരത്തിന് ആവശ്യമായ പല പോഷകങ്ങളും നമുക്ക് തരും. അതേപോലെ തന്നെ പച്ചക്കറികളിൽ തന്നെ ബീൻസ് വർഗ്ഗങ്ങളിൽ ഏറെ ആരോഗ്യങ്ങൾ അടങ്ങിയവയാണിത്. പിന്നെ ഇത് വീതി കൂടിയ പച്ച നിറത്തിൽ ഉള്ള ഈ ഒരു അവരയ്ക്കയാണ് നമുക്ക് കടയിലൊക്കെ കിട്ടുക. അത് നമുക്ക് തോരൻ വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഉപ്പേരിയൊക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഇത് ഏറെ ആരോഗ്യപരമായ ഗുണങ്ങൾ അടങ്ങിയ ഒന്നുകൂടിയാണ് എന്നതാണ് വാസ്തവം. അപ്പം നമുക്ക് ഇവിടെ ഇലയും അതുപോലെ തന്നെ വിത്തും എല്ലാം നല്ലതാണ്. നമുക്കിതിൻ്റെ എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ ഇതിൽ ഫൈബർ സന്തുഷ്ടമായ ഇതിൽ കാർബോഹൈഡ്രേറ്റുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആസ്കോർബിക് ആസിഡ്, ഗാർലിക് ആസിഡ്, ഇതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് യൂറിൻ സംബന്ധമായ പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് ഈ ഒരു അവരയ്ക്ക എന്ന് പറയുന്നത്. നമ്മൾ യൂറിനറി ഇൻഫെക്ഷനൊക്കെ വരുന്ന സമയത്ത്, നമ്മൾ മൂത്രച്ചൂട് എന്ന് പറയുന്ന ഒരു അസുഖം വരാറുണ്ട് നമുക്ക് വേനൽക്കാലത്തൊക്കെ വരുന്ന സമയത്ത്. ഈ ഒരു അവരയ്ക്ക നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് തണുപ്പിക്കാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. മൂത്രാശയ രോഗങ്ങൾക്കും ഒക്കെ ഇത് വളരെ നല്ലതാണ്. അതുപോലെ കുറഞ്ഞ അളവിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് അടങ്ങിയ ഈ പച്ചക്കറി പ്രമേഹ രോഗികൾക്ക് കൂടെ ഏറെ നല്ലതാണ്. പിന്നെ ഇതിൽ നാരുകൾ നല്ല ദഹനത്തിനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് നമ്മുടെ ചർമ്മത്തിനും അതുപോലെ തന്നെ മുടിക്കും ഒക്കെ നല്ലൊരു മരുന്നാണ്. ചർമ്മരോഗങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് സോറിയാസിസ് പോലുള്ള രോഗങ്ങൾക്കൊക്കെ ഈ ഒരു അമരയ്ക്ക സജസ്റ്റ് ചെയ്യാറുണ്ട്. അമരയ്ക്ക കഷായം ഇത്തരം രോഗത്തിന് ആയുർവേദം നിർദ്ദേശിക്കുന്ന മരുന്നാണ് കേട്ടോ. പിന്നെ കണ്ടില്ലേ, കേട് ഇതിൽ ബാധിച്ചിട്ടുണ്ട്. ഇല നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നമ്മളിതിന് പക്ഷെ വേറൊന്നും ചെയ്തു കൊടുക്കുന്നൊന്നുമില്ല. സോപ്പ് വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിതിലൊന്ന് തെളിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രേ ഇതിന്ന് ചെയ്യുന്നുള്ളൂ. കേടൊക്കെ ബാധിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങനെയൊക്കെ ഒന്ന് കെയർ ചെയ്ത് കഴിയുമ്പോൾ ആ കേടൊക്കെ ഒന്ന് പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും കരൾ രോഗികൾക്കും എല്ലാം ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ധാരാളം ഫൈബർ അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് എന്താ പറയുക, നമുക്ക് നല്ലോണം നമ്മുടെ ശരീരത്തിന് വേണ്ട ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും നമുക്കിത് തരും. പിന്നെ പ്രസവിച്ച സ്ത്രീകൾക്ക് മുലപ്പാലൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഇത് ഒരു ഔഷധ പച്ചക്കറിയായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. പിന്നെ തോരനാക്കിയിട്ട് ഇതിൽ തേങ്ങയൊക്കെ ധാരാളം ഇട്ടിട്ട് ചേർത്തിട്ട് കഴിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ. ഇതിന് നല്ല അയണൊക്കെ ഉണ്ട്. ഇത് വിളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അയൺ കണ്ടൻറ്റൊക്കെ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം കണ്ണിൻ്റെ ആരോഗ്യത്തിനും എല്ലാം ഇത് വളരെ നല്ലതാണ്. പച്ചക്കറികൾ പൊതുവെ നമുക്ക് അറിയാം എല്ലാം നമ്മുടെ ശരീരത്തിന് ഏറെ ഗുണം ചെയ്യുന്നതാണ്.
അപ്പോൾ ഓരോന്നിൻ്റെയും ഗുണങ്ങൾ അറിയുമ്പോൾ നമുക്ക് ഗുണങ്ങൾ അറിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ അപ്പോൾ നമുക്ക് അതിന് എത്രത്തോളം പ്രാധാന്യം നമുക്ക് ഫുഡിൽ കൊടുക്കണം എന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ. ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തടയാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഇത് വളരെ നല്ല ഒരു പച്ചക്കറിയാണ്. കൊളസ്ട്രോൾ വിമുക്തമായ ഒന്നുകൂടിയാണിത്. അപ്പോൾ അതിൽ കൊളസ്ട്രോൾ വളരെ കുറവാണ്, അതുകൊണ്ട് ഇത് കഴിക്കാം. ഇവയുടെ ഇലയൊക്കെ ആസ്മ രോഗികൾക്ക് നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് തോരൻ വെച്ചിട്ടൊക്കെ കഴിച്ചാൽ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അമരിക്കയുടെ വിത്തും നല്ലതാണ്. വാദം, അതുപോലെ തന്നെ ഉളുക്ക്, നീര് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ആശ്വാസം കിട്ടാനായിട്ട് ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ധമനി സംബന്ധമായ രോഗങ്ങൾക്കും ഒക്കെ ഇത് നല്ലതാണ്. ഇവയുടെ വിത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഗ്വാർഗം എന്ന നാരുകൾ മരുന്ന് ഗുണമുള്ളവയാണ്. പ്രമേഹം, ധമനി രോഗങ്ങൾ എന്നിവയ്ക്ക് ഇത് പരിഹാരമാണ്. അപ്പോൾ അവരക്കൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഏതൊരു പച്ചക്കറിയാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. ഒരുപാട് വൈറ്റമിൻസും അയൺ കണ്ടൻറ്റും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കുറേ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പച്ചക്കറികൾ ധാരാളം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഹെൽത്ത് വൈസ് നല്ല ഗുണങ്ങളായിരിക്കും. വെയിറ്റൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഇത് വളരെ നല്ലതാണ്. നമുക്ക് വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പച്ചക്കറികളാണ്. നമ്മളിവിടെ ഉള്ള സ്ഥലത്ത് കുറേ പച്ചക്കറികളൊക്കെ ഇതുപോലെ വെച്ച് നമ്മുടെ ആവശ്യത്തിന്, നമ്മൾ സെയിലോ കാര്യങ്ങൾക്കോ ഒന്നുമല്ല, നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി കിട്ടുമല്ലോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങി ആ ഒരു നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം കളയണ്ടല്ലോ. പിന്നെ നമുക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ ഗ്രോ ബാഗിലൊക്കെ വെച്ചിട്ട് നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും. കുറച്ച് നമ്മൾ കാലൊക്കെ കമ്പി ഒന്ന് കെട്ടിക്കൊടുക്കുക, കാലൊക്കെ നാട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് പടർന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധാരാളം ടെറസിൻ്റെ മുകളിലാവുമ്പോൾ ധാരാളം നമുക്ക് സൂര്യപ്രകാശമൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് വളർത്തിയെടുക്കാനും പറ്റും. കേടൊന്നും അധികം ബാധിക്കില്ല. അപ്പോൾ ഇത് ചെറിയൊരു കെയറിങ് ഒക്കെ ആവശ്യമുണ്ട്, കാരണം വെള്ളമൊക്കെ ധാരാളം വേണം. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിലൊക്കെ വളർത്തുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെള്ളമൊന്നും കെട്ടി നിൽക്കാതെ നോക്കണം. ഇത് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വേര് അളിഞ്ഞു പോവും. വേരളിഞ്ഞാൽ പിന്നെ ആ ഒരു ചെടി വളരില്ല. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഈ കീടമൊക്കെ ഇതിനെ ബാധിക്കുന്നത് കണ്ടില്ലേ, പൂവിലും ഇലയിലും ഒക്കെ ബാധിക്കും. നമ്മൾ ചെറിയ നാട്ടുമരുന്നൊക്കെ ഒന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ, ചെറുതായിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം പോകും. സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലൊക്കെ വാങ്ങിയിട്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ കീടങ്ങളിലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ അവരക്കയിൽ നിന്ന് നമ്മൾ പറിച്ചെടുത്ത ഇതാണ്, ഈ ചെടിയിൽ നിന്ന് നമ്മൾ പറിച്ചെടുത്തതാണ് കേട്ടോ. പർപ്പിൾ കളറാണ്. നമ്മളിപ്പോൾ ഈ കണ്ട ചെടി പർപ്പിൾ കളറിൻ്റെയാണ്. ഈ ഒരു പച്ച കളറിൻ്റെ ചെടി വേറെയാണ് കേട്ടോ. വേറെ മീൻസ് അത് ആ അവരക്ക ചെടി വേറെയാണ്, ഇത് വേറെയാണ്. രണ്ട് ടൈപ്പ് അവരക്കയാണ്. അപ്പോൾ ഈ പർപ്പിൾ കളർ അവരക്ക കണ്ടില്ലേ, അപ്പോൾ ഇത് ഈ പച്ച കളർ അവരക്കിനേക്കാളും നല്ല ഗുണങ്ങൾ ഒരുപാട് കൂടുതലുള്ളതാണ് കേട്ടോ. ഹെൽത്ത് വൈസൊക്കെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ പർപ്പിൾ കളറിലുള്ള അവരക്ക. അത് നാടൻ അവരക്കയാണ്. രണ്ടും നാടൻ തന്നെയാണ്. പക്ഷേ ഇത് നമുക്ക് അത്ര കടയിലൊന്നും നമുക്ക് കിട്ടില്ല ഈ ഒരു പർപ്പിൾ കളർ അവരക്ക. പച്ച കളറാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് എല്ലായിടത്തും നമ്മൾ അവരക്ക എന്ന് പറയുമ്പോൾ തന്നെ എല്ലായിടത്തും കിട്ടുന്ന ഒരു ടൈപ്പാണിത്. അപ്പോൾ രണ്ടും നല്ലതാണ് കേട്ടോ. ഹെൽത്ത് വൈസൊക്കെ നമുക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ തരുന്നതാണ് ഈ ഒരു അവരക്ക. അപ്പോൾ നമ്മൾ ഹേർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും ഒക്കെ ഈ അവരക്ക കഴിക്കുന്നത് നല്ലതാണ്. രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ കരൾ രോഗമൊക്കെ ഉള്ളവർക്കും ഒക്കെ നമുക്ക് ഈ ഒരു അവരക്ക വളരെ നല്ലതാണ്. നമുക്കിപ്പോൾ എന്താ വീട്ടിൽ സാധാരണ നമുക്കൊരു ഫാമിലിക്ക് നമുക്ക് ഉണ്ടാക്കിയെടുത്ത് കഴിക്കാൻ പറ്റിയൊരു പച്ചക്കറിയാണിത്. ഡെയിലി കുറച്ച് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഉപ്പേരിയൊക്കെ വെക്കാനുള്ളത് ധാരാളം കിട്ടും. ഡെയിലി ഒന്നും വലിക്കുന്ന അത്രയും നമുക്ക് ഉപ്പേരി വെക്കേണ്ട ആവശ്യം തന്നെ വരില്ല, അത്രയ്ക്കും ഇത് കിട്ടും. അപ്പം നമുക്കിനി ഈ ഒരു നമ്മൾ പർപ്പിൾ കളർ അവരക്ക ഇപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇനി നമുക്ക് പച്ച കളറിലുള്ള ഈ ഒരു അവരക്കൻ്റെ ചെടി നമുക്ക് നോക്കാം. എന്താ കണ്ടില്ലേ, കുറ്റിച്ചെടി പോലെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ ഗ്രോ ബാഗിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പർപ്പിൾ കളർ അവരക്കയാണെങ്കിൽ നമ്മൾ നിലത്ത് വെച്ചിട്ടുണ്ട്. നിലത്ത് വെച്ച് നമ്മൾ അതിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പന്തലൊക്കെ കാലൊക്കെ നാട്ടി പന്തലൊക്കെ ഇട്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു അവരക്ക നമ്മൾ ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത്. എന്താ കണ്ടില്ലേ, ഇതിൻ്റെ പൂവ് വൈറ്റ് കളറിലാണ്.
നമ്മൾ പർപ്പിൾ കളർ അവരക്കേൻ്റെ പൂവ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നല്ലൊരു പർപ്പിൾ കളറിൽ തന്നെയുള്ള ഒരു പൂവാണ്, നല്ല ഭംഗിയുള്ള പൂവാണ്. ഇത് വൈറ്റ് കളറിലാണ്. രണ്ടിൻ്റെയും ഇലയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. രണ്ടും അവരക്കേൻ്റെ 2 വർഗ്ഗമാണ്. എന്താ കണ്ടില്ലേ? അപ്പോൾ രണ്ടും കൂടി മിക്സഡ് ആക്കിയിട്ടാണെങ്കിൽ നമുക്ക് ഉപ്പേരിയൊക്കെ വെക്കാം, അല്ല വേറെ വേറെ ആണെങ്കിൽ ഉപ്പേരി വെക്കാം. നമുക്ക് അവരക്ക കൊണ്ട് പല ടൈപ്പിലുള്ള കറികളൊക്കെ നമുക്ക് പരീക്ഷിച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതാവുമ്പോൾ നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ പറഞ്ഞ പോലെ വെള്ളം കെട്ടി നിൽക്കാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പച്ചക്കറികളൊക്കെയാണ് കേട്ടോ ഇത്. നല്ല രസമല്ലേ ഇതൊക്കെ? ഇങ്ങനെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ കഴിക്കുമ്പോണ്ടല്ലോ അതിൻ്റെ രുചി ഒരു പ്രത്യേക ടൈപ്പാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ല, നമ്മൾ ഏതും വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ രുചി ഭയങ്കര സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ നമുക്ക് ടെറസിൻ്റെ മുകളിൽ ഗ്രോ ബാഗിലൊക്കെ ജസ്റ്റ് വെക്കാൻ പറ്റിയ ഒന്നല്ലേ ഇത്? നമുക്ക് നോക്കൂ, ഇതിൽ തന്നെ എത്ര അവരക്കയുണ്ട്. നിറയെ അവരക്ക കാണുന്നില്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് പറിച്ചെടുത്തിട്ട് ഡെയിലി കറി വയ്ക്കാനുള്ളതൊക്കെ നമുക്ക് ധാരാളം കിട്ടും. അപ്പോൾ പച്ചക്കറിയും ഇതുപോലെയുള്ള കൃഷി ഇതെല്ലാം ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. വീഡിയോസൊക്കെ ഇഷ്ടമായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കുറേ കൃഷികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കുറച്ചുള്ള സ്ഥലത്ത് നമ്മൾ ഇതുപോലെ ഗ്രോ ബാഗിലൊക്കെ വെച്ച് ഇങ്ങനെ ഓരോരോ ചെടികളായിട്ടൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇലയിലും കേടൊക്കെ ബാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. അപ്പം നമ്മൾ വേറെ കെമിക്കലായിട്ടുള്ള ഒന്നും ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് സോപ്പ് വെള്ളമാണ് അച്ഛൻ സ്പ്രേ ചെയ്യുന്നത് നിങ്ങൾ കണ്ടത്. അപ്പോൾ അത് മാത്രം ഫ്രഷായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? നല്ല കുനിന്ത ഇലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് തോരനൊക്കെ വെക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. തേങ്ങയൊക്കെ നന്നായിട്ട് ചിരവി ഇട്ടിട്ട് നമുക്ക് തോരനൊക്കെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. ആ പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോണ്ടല്ലോ, നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ ഈ ഒരു പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലൂടെയൊക്കെ നമ്മളിങ്ങനെ ഒന്ന്, പച്ചക്കറി ആണെങ്കിലും അതുപോലെ തന്നെ ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ അതിൻ്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ ഒന്ന് നടന്നു നോക്കൂ. നമ്മുടെ മൈൻഡ് നല്ല റിലാക്സ് ആവും, ഭയങ്കര പോസിറ്റീവായിട്ടുള്ള നമുക്ക് എനർജി തരുന്നതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പറാണ്, നമുക്ക് വീട്ടിലൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റംസാണ്. ഇത് അവരക്കയിൽ തന്നെ കേടുണ്ട് കണ്ടില്ലേ? അവരക്കയിലും കേട് ബാധിച്ചിട്ടുണ്ട്, ചെറിയ ഓട്ടയൊക്കെ ഇങ്ങനെ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഡെയിലി ഒന്ന് അതിലൂടെ ഒന്ന് ടൈം കിട്ടുന്നവരാണെങ്കിൽ ഡെയിലി ഇതുപോലൊന്ന് അവരൊക്കെയൊക്കെ ഒന്ന് നോക്കുക, നമ്മൾ വെച്ച ചെടികളൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ അതിനെന്തൊക്കെയാണ് കേട് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. കണ്ടില്ലേ? ഇലയിലൊക്കെ കേട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നുള്ളി ഒന്ന് കളഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ പൂവിലൊക്കെ ആണെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള ചെറിയ പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രഷ് പച്ചക്കറി തന്നെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.